പാക് അധീന കശ്മീർ അഥവാ POKയിൽ വമ്പൻ പ്രക്ഷോഭം പാകിസ്ഥാനെതിരെ പൊട്ടിപ്പുറപ്പെട്ടുവെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നു. പാക് അധീന കശ്മീരിലെ പ്രധാന പട്ടണമായിട്ടുള്ള റാവൽകോട്ടിൽ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട ആയിരക്കണക്കിന് സാധാരണക്കാരാണ് തെരുവിൽ ഇറങ്ങിയത്. ഇത് വലിയ രീതിയിലുള്ള കലാപത്തിലേക്ക് നീങ്ങുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. ഈ മേഖലയിൽ സമീപ വർഷങ്ങളിൽ നടന്ന ഏറ്റവും വലിയ പാക് വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ഒന്നാണ് എന്നും ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെയുള്ള പ്രകടനക്കാർ പാകിസ്ഥാൻ സൈന്യത്തിൽ നിന്നും ഭരണകൂടത്തിൽ നിന്നും ആസാദി ആവശ്യപ്പെട്ട് പതാകകൾ വീശുകയും മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു. പാക് സൈന്യം പ്രക്ഷോഭകരെ അടിച്ചമർത്തി എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ വരുന്നുണ്ട്. വർഷങ്ങളായുള്ള അവഗണന, രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ, മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എന്നിവയാണ് പ്രതിഷേധങ്ങൾക്ക് കാരണം എന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. പ്രതിഷേധിച്ചവർക്ക് നേരെ പാക് സൈന്യം ലാത്തിചാർജ് നടത്തുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തതോടെ പ്രതിഷേധം അക്രമാസക്തമായി മാറി എന്ന് അറിയാൻ സാധിക്കുന്നു. പ്രായമായവരും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി സാധാരണക്കാർക്കാണ് പരിക്കേറ്റത്. പ്രക്ഷോഭം പാക് അധീന കശ്മീരിലെ മറ്റ് ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നതിന് മുമ്പ് അടിച്ചമർത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായി ഇവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പാകിസ്ഥാൻ തടവിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നു. ഇത് പ്രക്ഷോഭത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പ്രക്ഷോഭകാരികൾ ഇപ്പോൾ വലിയ രീതിയിൽ സംഘടിക്കുന്നുണ്ട്. പോരാത്തതിന് ഈ പ്രക്ഷോഭകാരികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചു വരുന്നതും പാകിസ്ഥാൻ സർക്കാരിനെ ഇപ്പോൾ വലിയ രീതിയിൽ അങ്കലാപ്പിലാക്കുന്നുണ്ട്. പാക് അധീന കശ്മീർ പാകിസ്ഥാൻ്റേതാണെന്ന് പാകിസ്ഥാൻ പറയുമ്പോഴും അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു സർക്കാരാണുള്ളത്. അവിടെ വേറൊരു പ്രധാനമന്ത്രിയുണ്ട്. ഷഹബാസ് ഷെരീഫ് അല്ല പാക് അധീന കശ്മീർ ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഭാഗമാണ് പാക് അധീന കശ്മീർ എന്നുള്ളത് വേറൊരു കാര്യം. എന്തായാലും മേഖലയിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾ സൈനിക ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. ആശുപത്രികൾ, സ്കൂളുകൾ, റോഡുകൾ എന്നിവയ്ക്കുള്ള സാധാരണക്കാരുടെ ആവശ്യങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രക്ഷോഭകരുടെ പ്രധാനപ്പെട്ട പരാതി എന്ന് പറയുന്നത്. അതായത് ഈ പ്രക്ഷോഭകർ ഒന്നും തന്നെ നിങ്ങളുടെ പട്ടാളക്കാരല്ല, ഈ പ്രക്ഷോഭകർ മനുഷ്യനാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ തരും, അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മിസൈൽ ചെയ്യാനും ഇങ്ങോട്ടേക്ക് ഭീകരവാദ ക്യാമ്പുകളും ഉണ്ടാക്കാനുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ മേഖലയല്ല പാക് അധീന കശ്മീർ എന്നാണ് യഥാർത്ഥത്തിൽ പ്രക്ഷോഭകാരികൾ പറയുന്നത്. കൂടാതെ പ്രാദേശിക പ്രകൃതി വിഭവങ്ങൾ, പ്രത്യേകിച്ച് ജലവൈദ്യുതിയും ധാതുക്കളും പഞ്ചാബ് പ്രവിശ്യയുടെയും സൈനിക സ്ഥാപനങ്ങളുടെയും പ്രയോജനത്തിനായി പാക് അധീന കശ്മീരിൽ നിന്ന് വ്യാപകമായി ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്നുവെന്നും പാക് അധീന കശ്മീരിലെ ജനങ്ങൾ സംഘടിച്ചുകൊണ്ട് പറയുന്നു. ഇത് തന്നെയാണ് ബലൂചിസ്ഥാനിലെ ബലൂച്ച് ലിബറേഷൻ ആർമിയും പറയുന്നത്. അതായത് ഞങ്ങളുടെ ഈ ലാൻഡ് നിങ്ങൾ കൊള്ളയടിക്കുകയാണ്, ഇവിടെ നിന്ന് ധാതുക്കളും മിനറൽസും എല്ലാം തന്നെ വലിയ രീതിയിൽ നിങ്ങളുടെ നാട്ടിലേക്ക്, അതായത് പഞ്ചാബ് പ്രവിശ്യയിലും കറാച്ചിയിലേക്കും കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ പാക് അധീന കശ്മീരിലെ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.